കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈവനിങ്ങിൽ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കാലത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം. ഓയിലൊന്നും അധികം ചേർക്കാതെ ആവിയിൽ വേവിച്ചാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് ആവശ്യം. തൊലി കറുത്തു പോയിട്ടുള്ള നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെയാണ് നമുക്കിതിന് വേണ്ടിയത്. ഞാൻ 3 നേന്ത്രപ്പഴമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് എടുത്തു വയ്ക്കുന്നത്. പഴമൊന്ന് നെടുകെ പിളർന്നിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ പീസുകളാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ട് നെടുകെ പിളർന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. നുറുക്കിയെടുത്ത പഴമെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇവയ്ക്ക് നമുക്കൊരു മധുരം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 150 ഗ്രാമോളം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. പഴത്തിന് അത്യാവശ്യം മധുരം കാണും. അപ്പോൾ എത്രത്തോളം മധുരം നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരയെല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കുന്ന കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടോടുകൂടിയല്ല, ചൂടാറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി ഞാനിത് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. 1 ടേബിൾ സ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കശുവണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. വലിയ പീസായിട്ടല്ല, ചെറിയ പീസായിട്ടൊന്ന് നുറുക്കിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടി അതുപോലെ തന്നെ പീനട്ടും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവയൊക്കെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പലഹാരത്തിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് ചെറിയ പീസുകളായിട്ടാണ് കിട്ടുന്നത്. വലിയ പീസുകളെക്കാട്ടി നല്ല ടേസ്റ്റ് ചെറുതായിട്ടുള്ള പീസുകൾ നുറുക്കിയിട്ട് കൊടുക്കുമ്പോഴാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിലോളം ഞാൻ ബ്ലാക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഗോൾഡൻ റൈസൻസ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഏതാണോ അവൈലബിൾ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കശുവണ്ടിയും റൈസൻസും ഒക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇതേ ഗീയിലോട്ട് തന്നെയാണ് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ പീസസും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റി നമുക്ക് സോഫ്റ്റായി കിട്ടണം. പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്നു വരും. അതുകൊണ്ടാണ് ഞാൻ പഴുത്ത പഴം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും എന്നേ ഉള്ളൂ. തൊലി കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് വഴറ്റി ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പഴം ഈ ഒരു രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കര പാനിയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടെല്ലാം ഈ ശർക്കര പാനിയിലോട്ട് ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ശർക്കരയ്ക്ക് പകരം നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പഴമൊന്ന് വഴന്നു വരുന്ന സമയത്ത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെയാകുമ്പോൾ ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് ആ നേന്ത്രപ്പഴത്തിലോട്ട് ആ മധുരമൊക്കെ ഒന്ന് പിടിച്ചു വരികയും ചെയ്യും. ശർക്കര ആകുമ്പോഴാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരയും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടെ ഇളക്കി ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഇനി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ നമ്മൾ ഉടച്ചെടുക്കുകയും വേണം. പഴത്തിൻ്റെ പീസസൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. എത്രത്തോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നതോ അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒന്നും കൂടി ഒന്ന് വഴറ്റി ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കെട്ടിയാൽ മാത്രം മതി. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പലഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയ പീസസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തവി കൊണ്ടൊന്ന് ഉടച്ച് എല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിനി റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവ 1 കപ്പ് അളവിലാണ് എടുത്തേക്കുന്നത്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. റവ ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം റവ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിനനുസരിച്ച് റവയുടെ അളവിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. റവയുടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇച്ചിരി മുറുക്കം കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
നേന്ത്രപ്പഴവും റവയും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു അട റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന റൈസൻസും കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മൂപ്പിച്ചെടുത്ത കൂട്ടും കൂടെ ഇതിനകത്തോട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വാഴയിലയിൽ പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഒത്തിരി അങ്ങ് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചെറിയ ചൂടോടുകൂടി നമുക്ക് പരത്തിയെടുക്കാം. വാഴയില കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ വാട്ടിയെടുത്തേക്കുന്നതാണ്. നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ വാഴയില ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താലേ പറ്റുകയുള്ളൂ. ഇനി വാട്ടിയെടുത്ത വാഴയിലോട്ട് ഈ കൂട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങ് ഇലയട പരത്തുന്നത് പോലെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പരത്തിയെടുക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇല രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇലയുടെ പരത്തുന്ന പോലെ അത്രയ്ക്ക് കനം കുറച്ച് പരത്തുന്നില്ല. കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. വളരെയധികം രുചികരമായിട്ടുള്ള ഒരു ഇലയുടെ റെസിപ്പിയാണ്. നമ്മൾ എന്നും ഒരേ രീതിയിലൊക്കെ ഇലയട തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ഓയിലോ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ഹെൽത്തിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഈവനിങ്ങിൽ ചായയോടൊപ്പം കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി തന്നെയാണ്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ വാഴയിലയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ആവി കൊള്ളിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇലയപ്പം. അതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷമാണ് ഞാൻ ഇഡ്ഡലി പാത്രം ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ കാഷ്യൂനട്ടും അതുപോലെ റൈസിൻസും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു രീതിയിലല്ലല്ലോ നമ്മൾ സാധാരണ ഇലയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഈ റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ തയ്യാറാക്കിയെടുത്ത ഇലയടയ്ക്ക് അത്യാവശ്യം മധുരമുണ്ട്. മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർക്കേണ്ടതാണ്. നോയമ്പുതുറ സമയത്തൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയുമാണ്. പഴം കഴിക്കാത്ത കുട്ടികളെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.